എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഡോഫ്ലമിംഗോയുടെ അസിസ്റ്റൻസുമായിട്ട് പൊരിഞ്ഞ അട്ടിയിടിയ ബഹളം. ജോറോ ആണെങ്കിൽ അവന്റെ സ്ക്വാഡ് വെച്ച് ബുള്ളറ്റ്സുകളെ വരെ വെട്ടിയെറിഞ്ഞ് മുൻപിലേക്ക് കുതിക്കും. അങ്ങനെ അവൻ കുറച്ച് സ്പീഡിൽ മുൻപോട്ടേക്ക് എടുത്തു ചാടുമ്പോൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് അവള് തെറിച്ചു പോവാണ്. പക്ഷെ കറക്റ്റായിട്ട് സാമുറായി അവളെ ക്യാച്ച് ചെയ്യും. സോറോ സാമുറായോട് പറയും, ഇനി ഒരു അല്പനേരം നീ വേണം അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ. അതിനവൻ ടെൻഷനാവും. എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് പോവേണ്ടത് ആ ടോയ് ഹൗസിലാണ്. അവിടെയാണ് എന്റെ ഫ്രണ്ട് ടാഞ്ചറോ ഉള്ളത്. അവനെ എത്രയും വേഗം രക്ഷിച്ചേ പറ്റൂ. നിങ്ങൾ എത്രയും വേഗം ആ ഡോഫ്ലമിംഗോയുടെ അടുത്തേക്ക് പോകും. ഇതിനാ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ സാമുറായോട് പറയും, എനിക്ക് പോവേണ്ടത് അതേ ടോയ് ഹൗസിലേക്ക് തന്നെയാണ്. അവിടെയാണ് എന്റെ ആൾക്കാർ നയിക്കുന്ന ആ SOP ഫൈറ്റ് അത് നടക്കുന്നത്. അവിടെ പോയി എനിക്കും ഹെൽപ്പ് ചെയ്യണമെന്ന് പറയും. സാമുറായിക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കരമായിട്ട് സന്തോഷമാവും. എങ്കിൽ കുഴപ്പമില്ല, ഇവരെല്ലാവരും ഡോഫ്ലമിംഗോയെ തേടി മുകളിലേക്ക് പോട്ടെ, നമുക്ക് രണ്ടുപേർക്കും ആ ടോയ് ഹൗസിലേക്ക് പോവാന്ന് പറഞ്ഞ് ഇപ്പോ ടോയ് ഹൗസിന്റെ എൻട്രൻസ് ലക്ഷ്യമാക്കി അവിടേക്ക് പോകും. അങ്ങനെ അവിടെ വെച്ച് നമ്മുടെ ആൾക്കാർ രണ്ട് ടീമാവുകയാണ്. സാമുറായും കുഞ്ഞിപ്പെണ്ണും അവർ ആ ടോയ് ഹൗസ് ലക്ഷ്യമാക്കി പോകും. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ അവിടേക്ക് പോകാനുള്ള വഴി അത് കറക്റ്റ് ആയിട്ട് അവന് കാണിച്ചു കൊടുക്കുകയാണ്. ഇവിടെ നമ്മുടെ ആൾക്കാർ അവരാണെങ്കിൽ ട്രഫാൽഗർ തിരികെ പിടിക്കാനായി ആ പാലസിലേക്ക് പോവാണ്. കുറച്ചു സമയം അവര് മുൻപോട്ടേക്ക് പോയി കഴിയുമ്പോഴായിരിക്കും ചുമരുകൾക്കിടയിൽ നിന്ന് എന്തോ ഒരു രൂപങ്ങൾ പുറത്തു വരുന്നതായിട്ട് കാണാം. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവർ കൺഫ്യൂസ്ഡ് ആയിട്ട് ചുറ്റും നോക്കും, ഇവിടെ എന്താ സംഭവിക്കണേ. അത് മറ്റൊന്നുമല്ല, പിക്ക എന്ന് പേരുള്ള വലിയൊരു ജയന്റ്. വയലറ്റ് ആണെങ്കിൽ ഈ ഒരു പിക്ക ഒരു കാരണവശാലും പുറത്തേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞാണ് അവരോട് ശബ്ദം ഉണ്ടാക്കാതെ മൂവ് ചെയ്യാനായിട്ട് പറഞ്ഞത്. പക്ഷെ എന്താ, ഇപ്പൊ അവരുടെ പ്രതീക്ഷകളെല്ലാം കീഴ്മേൽ മറിച്ച് ആ പിക്ക പുറത്തേക്ക് വന്നിരിക്കുകയാണ്. വയലറ്റ് പറയും, ഇവൻ ഡോഫ്ലമിംഗോയുടെ അസിസ്റ്റന്റ് ആണ്, പേര് പിക്ക. ഇവൻ സ്റ്റോൺ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവൻ ഇത്രയും സൈസും വലുപ്പവും സ്റ്റോൺ പോലെ ഇവനെ കാണപ്പെടുന്നതും. ലൂഫി ആണെങ്കിൽ അവനോട് നിലവിളിച്ച് ചോദിക്കും, സത്യം പറയും, നീയും ഒരു മനുഷ്യൻ തന്നെയാണോ? അതിനാ പിക്ക ജയന്റ് ആണെങ്കിൽ ഇപ്പൊ അതിന്റെ വാ തുറന്നു കാണിക്കും. അതിനുശേഷം കൈ ചുരുട്ടി ലൂഫി ആഞ്ഞെട്ടിക്കുകയാണ്. ലൂഫി ജസ്റ്റ് മിസ്സിന് അതിന്റെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടും. അടുത്തതായിട്ട് അത് കാല് വെച്ച് ചവിട്ടി അരയ്ക്കാനായിട്ട് വരും. പിന്നെ ലൂഫി ഒന്നും നോക്കില്ല, അങ്ങനെ എടുത്തു ചാടി അതിനിട്ടൊരൊറ്റ ഇടി. ആ ഒരു ഇടിയിൽ അത് മുഴുവനായിട്ട് തകർന്നടിഞ്ഞ് താഴേക്ക് വീഴാണ്. ലൂഫി വമ്പം പോസൊക്കെ ഇട്ട് അങ്ങനെ സ്റ്റൈലായിട്ട് നമ്മുടെ ആൾക്കാരെയും കൂട്ടി മുൻപോട്ടേക്ക് പോകും. പക്ഷെ അടുത്ത സെക്കൻഡ് ആയിരിക്കും ആ വമ്പൻ ട്വിസ്റ്റ് നമ്മുടെ ആൾക്കാരെ തിരിച്ചറിയുക. ആക്ച്വലി അവന് ഭയങ്കര പവറാണ്. സ്റ്റോൺസുകളെ മുഴുവൻ അവന്റെ ഇഷ്ടത്തിന് അവനെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അവൻ വീണ്ടും എഴുന്നേറ്റ് വന്ന് ഇപ്പോ ആ പാലസിന് തന്നെ അവന്റെ കൈകൾ വെച്ച് കൺട്രോൾ ചെയ്യാണ്. കാരണം ആ പാലസ് മുഴുവനായിട്ടും സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അവന്റെ കൈകള് ഇപ്പോ ആ സ്റ്റോൺ ചുമരുകളിലേക്ക് അങ്ങനെ പതിപ്പിച്ച് അതിനിടയിൽ വെച്ച് നമ്മുടെ ആൾക്കാരെ ഞെരുക്കി കൊല്ലാനായിട്ട് അങ്ങനെ അടുത്തേക്ക് നടന്നു വരും. വയലറ്റിനാണെങ്കിൽ അവളുടെ ഹാർട്ട് ബീറ്റ് കൂടി വരികയാണ്. കട്ട് ചെയ്താ ഇപ്പോ ആ ടോയ് ഹൗസിന്റെ എൻട്രൻസ് കാണിക്കും. നേവി സോൾജേഴ്സ് ആണെങ്കിൽ ഫ്രാങ്കിയെ അറഞ്ചം പുറഞ്ചം നിർത്താതെ ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഫ്രാങ്കി ആണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യും. കമോൺ ഇനിയും നിങ്ങൾ നന്നായിട്ട് ഫയർ ചെയ്യ്, എനിക്ക് ബുള്ളറ്റ്സുകൾ ഇനിയും ആവശ്യമുണ്ടെന്ന് പറയും. ആക്ച്വലി അവർ ഷൂട്ട് ചെയ്യുന്ന ബുള്ളറ്റ്സ് എല്ലാം തന്നെ ഇജക്ട് ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന ഡോഫ്ലമിംഗോയുടെ വില്ലന്മാരുടെ ദേഹത്തേക്കാണ് തറച്ചു കയറുന്നത്. അതുകൊണ്ട് തന്നെ പകുതി വില്ലന്മാരുടെ കാര്യം ഏകദേശം ഇപ്പൊ തീരുമാനമായിരിക്കുകയാണ്. ആ ജയന്റ് ആണെങ്കിൽ ഇപ്പൊ നേവിക്കാരുടെ മുൻപിലേക്ക് വന്ന് അവരോട് ദേഷ്യപ്പെട്ട് പറയും, നിർത്തിടാ നിങ്ങൾ, സ്റ്റോപ്പ് ദ ഫക്ക്. ഞങ്ങളുടെ ആൾക്കാരെയാണോ നിങ്ങൾ ഷൂട്ട് ചെയ്ത് താഴെ ഇടുന്നേ? ഇത് ഞങ്ങളുടെ ടെറിട്ടറിയാണ്. ഒരു കാരണവശാലും നേവി ആൾക്കാർ ഇവിടേക്ക് വരാൻ പാടില്ല. അതിനവര് പറയും, അയ്യോ അല്ല, ഞങ്ങളുടെ ലക്ഷ്യം ആ സൈബോർക്കാണ്, അവനെയാണ് ഞങ്ങൾ അറ്റാക്ക് ചെയ്യുന്നത്. അത് കേട്ട മെയിൻ വില്ലൻ അവനിപ്പോ മുൻപോട്ടേക്ക് നടന്നു വരും. ഞാനാണ് ഇവരുടെ എല്ലാവരുടെയും ക്യാപ്റ്റൻ. ഞാൻ മര്യാദയ്ക്ക് പറയാണ്, എത്രയും വേഗം ഇവക്കാർ ഇവിടം വിട്ട് പോണെന്ന് പറഞ്ഞ് അവൻ 2 ബ്രഷ് എടുത്ത് അച്ചറം പൊച്ചറം അവന്റെ പല്ലൊരച്ച് നിൽക്കും. അത് കണ്ട് 4 ചുന്ദരി പെണ്ണുങ്ങളാവട്ടെ അവനെ വളഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ നേവിക്കാർ തീർത്തു പറയും, നീ ആരാണെങ്കിലും ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല, നേവിക്ക് നേവിയുടേതായ നിയമമുണ്ട്, സോ ഞങ്ങളുടെ മുൻപിൽ നിന്ന് മാറി നിൽക്കുമെന്ന് പറഞ്ഞ് അവർ മുൻപോട്ടേക്ക് വരും. അതേസമയം നമ്മുടെ ഫ്രാങ്കി ആണെങ്കിൽ ക്യാഷ്ലായിട്ട് ഗിറ്റാർ വായിക്കുകയാണ്. നേവിക്കാരാണെങ്കിൽ ഉടനെ ഇപ്പോ ഫ്രാങ്കിക്ക് നേരെ തിരിയും. അതേസമയം മെയിൻ വില്ലൻ അവനാണെങ്കിൽ എയറിൽ പോയിട്ട് ക്യാഷ്ലായിട്ട് ഇരുന്ന് നേവിയുടെയും നമ്മുടെ ഫ്രാങ്കിയുടെയും ഫൈറ്റ് കാണാൻ തയ്യാറാവുകയാണ്. ഇവിടെ നേവിക്കാരാണെങ്കിൽ വലിയ കനോൺസ് ഒക്കെ വെച്ച് നമ്മുടെ ഫ്രാങ്കിയെ ഓറഞ്ചും പുറഞ്ഞ് ഷൂട്ട് ചെയ്യും. ആ ബുള്ളറ്റ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് അവന്റെ ബോഡിയിൽ വന്ന് കൊണ്ട് അവന്റെ ബോഡി മുഴുവൻ ഇപ്പൊ തീയിൽ കത്തി എരിയാണ്. നേവിക്കാർക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. ഫ്രാങ്കിയുടെ കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവര് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അടുത്ത നിമിഷം നമ്മുടെ ഫ്രാങ്കി ആണെങ്കിൽ സിമ്പിളായിട്ട് അങ്ങനെ ചിരിക്കാൻ തുടങ്ങും. അതിനുശേഷം ആ ഫയർ മുഴുവൻ അവൻ ഇല്ലാതാക്കുകയാണ്.
നേവിക്കാരും അവിടെ കൂടെ നിന്ന വില്ലന്മാരെല്ലാവരും ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. ഇവനെ കൊണ്ട് എങ്ങനെ ഈ ഫയർ അത് ഇത്ര പെട്ടെന്ന് ഇല്ലാതാക്കാൻ കഴിഞ്ഞു ചിന്തിച്ച് അവരങ്ങനെ വണ്ടറടിച്ച് നിൽക്കുകയാണ്. ഫ്രാങ്കി ആണെങ്കിൽ അവന്റെ മൂക്കിൽ ടച്ച് ചെയ്ത് ഹെയർ സ്റ്റൈൽ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അവസാനമായിട്ട് വീണ്ടും ആ പീരങ്കി ഹെയർ സ്റ്റൈൽ അത് സെറ്റ് ചെയ്ത് ടെററായിട്ട് നിൽക്കും. നേവി സോൾജേഴ്സ് വിടില്ല. അവർ വീണ്ടും ഒരു സെക്കൻഡ് പോലും ഗ്യാപ്പ് കൊടുക്കാതെ ഫ്രാങ്കിയെ ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ മെയിൻ വില്ലൻ ആണെങ്കിൽ അത് കണ്ട് കുറച്ച് സന്തോഷമാവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ ഉസോപ്പിനെയും റോബിനെയും കാണിക്കും. ലിയോയും ടീമും ആണെങ്കിൽ ആ ടോയ് ആക്കി മാറ്റുന്ന ആ ഡീമൺ പെണ്ണ് അവളെ കണ്ടുപിടിച്ച് തകർക്കാനായിട്ട് പ്ലാൻ ചെയ്ത് നിൽക്കുകയാണ്. ഉസോപ്പ് മുകളിലേക്ക് നോക്കും. ഒരുപാട് പൈപ്പുകൾ മുകളിലേക്ക് കണക്ട് ആയിട്ടുണ്ട്. അതിൽ സിൽവർ കളറിൽ കാണുന്ന പൈപ്പ് അത് എക്സിക്യൂട്ടീവിന് മാത്രം ഉപയോഗിക്കാനുള്ള ഒരു ലിഫ്റ്റാണ്. റെഡ് കളേഴ്സിൽ കാണുന്നത് സ്ക്രാപ്പിലേക്ക് പോകുന്ന ഒരു പ്രത്യേക പാത്താണ്. ആക്ച്വലി ഡാമേജ്ഡ് ആവുന്ന ടോയ്സുകളെല്ലാം അവർ അതുവഴി വലിയൊരു പിറ്റിലേക്കായിരിക്കും തള്ളിയിടുക. ഇവിടെ ഉസോപ്പിനാണെങ്കിൽ അത് കണ്ട് കുറച്ച് പേടിയാവും. ഉടനെ ഏതോ ഒരു ടോയ് ആ പൈപ്പിലൂടെ നിലവിളിച്ചുകൊണ്ട് പോകുന്നത് ഉസോപ്പ് കേൾക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ ചുന്ദരം പൈലറ്റിനെ കാണിക്കും. അവനെയും ഇപ്പോ ഒരു പാഡിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അവനാണെങ്കിൽ വണ്ടറടിക്കും. നിങ്ങൾ എന്തായി ചെയ്യണേ? എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഞാൻ വന്നതുപോലെ തന്നെ ഇപ്പൊ ഉഷാറാണ്. അതിനാ മെഡിക്കൽ ടീം അവര് പറയും, ഓ അങ്ങനെയാണോ, എന്നാ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ആ ലിവർ പിടിച്ചു വലിക്കും. അടുത്ത നിമിഷം അവനും ആ ഒരു വേസ്റ്റ് ഡംപ് ചെയ്യുന്ന സ്ഥലത്തേക്ക് വീഴുകയാണ്. അതിനുശേഷം ആ സ്ലൈം അത് അവനെ തൂക്കിയെടുത്ത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സ്റ്റഫോൾ ആണെങ്കിൽ അവന്റെ അടുത്തേക്ക് വരും. ചുന്ദരം പൈലറ്റ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും. അതിന് സ്റ്റഫോൾ പറയും, നീ എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യവുമില്ല. ഈ സ്ലൈമിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാനാവില്ല. നിന്നെ ഞങ്ങൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടോഹിയാക്കി മാറ്റും. ഇത് എക്സിക്യൂട്ടീവ് ഹൗസ് ആണ്. നിനക്കിനി ഇവിടുന്ന് രക്ഷയില്ല എന്ന് പറയും. നമ്മുടെ ചുന്ദരം പൈലറ്റ് ആണെങ്കിൽ ട്രഫോളിന്റെ ഫേസ് കണ്ട് ടോക്കാവുകയാണ്. ടോയാക്കി മാറ്റുന്ന ആ ഒരു പെണ്ണ് അവളാണെങ്കിൽ ഇപ്പോഴും നിർത്താതെ ഫ്രൂട്ട് കഴിച്ചുകൊണ്ടേയിരിക്കും. ആ ഷുഗർ പെണ്ണാണെങ്കിൽ ചെറുതായിട്ട് അവനൊന്ന് ടച്ച് ചെയ്യും. അടുത്ത നിമിഷം അവൻ ടോയായിട്ട് മാറുകയാണ്. അവൻ ചുന്ദരം പൈലറ്റിനോട് തീർത്തു പറയും, ഒരു കാരണവശാലും ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ഒന്നും ചെയ്യാൻ പാടില്ല. ഞങ്ങളുടെ ടീമിലുള്ള ആൾക്കാർ പറയുന്ന കാര്യങ്ങളും മാത്രമേ നീ ഒബേ ചെയ്യാൻ പാടുള്ളൂ. ചുന്ദരം പൈലറ്റ് അവൻ വണ്ടറടിച്ച് അവനെ തന്നെ നോക്കും. ഓ മൈ ഗോഡ്, എനിക്ക് എന്താ പറ്റിയേ? ഞാനെന്താ ഈ രൂപത്തില്? ഉടനെ വേറൊരു സോൾജിയർ വന്ന് അവനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവാണ്. ചുന്ദരം പൈലറ്റിനാണെങ്കിൽ അവര് പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന് അവന്റെ മനസ്സിൽ ആഗ്രഹമുണ്ട്. പക്ഷെ അവന്റെ ബോഡി അതിപ്പോ മറ്റാരുടെയോ കൺട്രോളിലാണ്. അവൻ സ്ട്രെയിറ്റ് ആയിട്ട് വന്ന് ഒരു ബോക്സ് ചുമന്ന് അവന്റെ ജോലി അത് ആരംഭിക്കുകയാണ്. അവനാണെങ്കിൽ ചുറ്റും നോക്കും. ഒരുപാട് ടോയ്സുകൾ ഇപ്പൊ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കിങ് ആണെങ്കിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോഹിയായി മാറി മനസ്സിൽ ഒരുപാട് ചീത്ത വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഞങ്ങള് ജീവിതകാലം മുഴുവൻ ഇതുപോലെ ടോഹിയായിട്ട് ജീവിക്കണോ? എന്നെ കൊണ്ട് പറ്റില്ല, ദയവ് ചെയ്ത് എന്നെ കൊന്നുകളാ. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ റോബിനും ഉസോപ്പും അവർ രണ്ടുപേരും കറക്റ്റായിട്ട് ആ ട്രബോളിനെയും ടോയാക്കി മാറ്റുന്ന ആ പെൺകുട്ടിയെയും കാണും. അതിന് ലിയോ പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ട് എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ആക്ച്വലി ഇത് അവൾ ഉദ്ദേശിക്കുന്ന ഫ്രൂട്ട് അല്ല, ഇതൊരു പോയിസൺ ഫ്രൂട്ടാണ്. ഇതവൾ കഴിച്ചാൽ അവളുടെ കാറ്റ് പോവും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവൾ കഴിക്കുന്ന ഫ്രൂട്ടുകളുടെ ഇടയിലേക്ക് ഇത് നമുക്ക് എത്തിക്കാനായിട്ട് സാധിച്ചാൽ പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ലിയോ ആണെങ്കിൽ വമ്പൻ കോൺഫിഡൻസിൽ അവളുടെ അടുത്തേക്ക് പോവും. ഇതാണ് കറക്റ്റ് സമയം. എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ ഫ്രണ്ട്സിനെയും അവരുടെ മെമ്മറിയും ഒക്കെ തന്നെ ഞാൻ ഇവിടെ തിരികെ പിടിക്കാൻ പോവാണ്. സൂപ്പറാണെങ്കിൽ അവൻ്റെ ആവേശമൊക്കെ കണ്ട് പേടിയാവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.